നാടങ്ങും മയക്കുമരുന്ന് വേട്ടയാണ്. എക്സൈസുകാർ തലങ്ങും വിലങ്ങും ഓടുന്നു. പോലീസിന്റെ സംഘങ്ങൾ, സ്പെഷ്യൽ സംഘങ്ങൾ തലങ്ങും വിലങ്ങും ഓടി മയക്കുമരുന്ന് വേട്ടയാണ്. വേട്ടയെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ വൻ ശേഖരമാണ് പിടികൂടുന്നത്. മൂവാറ്റുപുഴക്കാരനെ പിടികൂടിയത് നമുക്കറിയാം. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇതൊക്കെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തത് അറിയാം. ഇവിടെ കഴിഞ്ഞ ദിവസം കോവളത്ത് ഒരു ചെറിയ വേട്ട നടന്നു. ചെറിയ ഒരു ലഹരി വേട്ട. പോലീസുകാർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരദേശ ഹൈവേയിൽ കോവളം പോലീസ് പരിശോധന നടത്തി. കോവളം പോലീസും അതുപോലെ തന്നെ ലഹരി വേട്ടയുടെ നിയുക്ത ഉദ്യോഗസ്ഥരും പരിശോധിച്ചു. ഒരു കാറ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. അതിനകത്ത് 3 ചെറുപ്പക്കാരും 3 കുട്ടികളും ഒരു യുവതിയുമുണ്ട്. അപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചു. ഞങ്ങൾ വിനോദയാത്ര കഴിഞ്ഞ് വരികയാണ്. ശരി, എവിടെയൊക്കെ പോയി? അത് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് മടങ്ങി വരികയാണ്. കാർ എവിടെയുള്ളതാണ്? അത് കൊല്ലത്ത് നിന്ന് ചാത്തന്നൂരിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണ്. എന്നെടുത്തതാണ്? 3 മാസം മുമ്പ് എടുത്തതാണ്. അപ്പോൾ 3 മാസം മുമ്പെടുത്ത കാറിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ പോയത് എന്ന ചോദ്യം അവിടെ പെട്ടു. കാറ് വിശദമായി പരിശോധിച്ചു. എന്തൊക്കെ കിട്ടി? ഹൈബ്രിഡ് കഞ്ചാവ് കുറച്ച് കിട്ടി. പിന്നെ ഒരു 1/2 കിലോ MDMA കിട്ടി. 1/2 കിലോ MDMA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീമൻ വിലയാണ്. ലക്ഷങ്ങളുടെ വിലയുള്ള ഉരുപ്പടിയാണ് പിടിച്ചെടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് കുട്ടികളെ മറയാക്കിയത് എന്ന അടുത്ത ചോദ്യത്തിൽപ്പെട്ടു. ഇനി ഞാൻ കഥയിലേക്ക് വരാം. പിടികൂടിയത് സഞ്ജയ്, അതുപോലെ തന്നെ ശ്യാം, അതുപോലെ രശ്മി, പിന്നെന്താണ് ഒരു മുഹമ്മദ് നൗഫൽ. ഈ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, കോവളം പോലീസ്. ഈ ശ്യാമും രശ്മിയും തമ്മിൽ അടുപ്പമുണ്ട്. രശ്മിയുടെ 3 കുട്ടികളാണ് കാറിലുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഈ ശ്യാമും രശ്മിയും കൂടി നേരെ എന്ത് ചെയ്തു? കുട്ടികളെയും കൂട്ടി ബംഗളൂരുവിലേക്ക് പോയി. ബംഗളൂരുവിൽ പോയി ലഹരി സംഘടിപ്പിച്ചു, ലഹരി വാങ്ങി. എന്നിട്ട് അവർ ബസ് മാർഗം തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിലെ കാവലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് നിന്ന് അവർ ഇവരുമായി മുഹമ്മദ് നഫൽ അവിടെ വരുന്നു. അതുപോലെ തന്നെ സഞ്ജയും അവിടെ എത്തുന്നു, കാറുമായി എത്തുന്നു. കാറിലായി പിന്നീടുള്ള യാത്ര. കാറിൽ നേരെ അവർ കന്യാകുമാരിയിൽ വരുന്നു. കന്യാകുമാരിയിൽ വിനോദസഞ്ചാരികളെ പോലെ പെരുമാറുന്നു. ഇതിനിടയിൽ തന്നെ ഇവിടെയുള്ള പോലീസിന് വിവരം ലഭിച്ചു, ഇങ്ങനെ ഒരു കാറ് തീരദേശം വഴി പാസ് ചെയ്യും, പിടിക്കുക, അതിനകത്ത് ലഹരി വസ്തുക്കളുണ്ടെന്ന്. അങ്ങനെ ഈ കുട്ടികളുമൊത്ത് ഇവർ തിരികെ വരുമ്പോൾ ബംഗളൂരിൽ നിന്ന് തമിഴ്നാട്, ബംഗളൂരിൽ പോയത് രശ്മിയും ശ്യാമും അവിടെ നിന്ന് ലഹരി വസ്തുക്കൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് തമിഴ്നാട്ടിലെത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കാറിൽ കയറുന്നു. അവിടെ നിന്ന് കന്യാകുമാരിയിൽ വരുന്നു. കന്യാകുമാരിയിൽ നിന്ന് തീരദേശം വഴി എങ്ങോട്ടേക്ക്? കേരളത്തിലേക്ക്. ഇവിടെ വന്ന് ക്യാമ്പസുകളിലും അതുപോലെ ആവശ്യക്കാർക്കൊക്കെ വിതരണം ചെയ്യാനായിരുന്നു പ്ലാൻ. ഈ പ്ലാന് പോലീസ് പൊളിച്ചു കൊടുത്തു. അതുപോലെ കൊല്ലത്ത് ഇതുപോലെ കഴിഞ്ഞ ദിവസം 1/2 കിലോ MDMAയുമായി 3 പേരെ എക്സൈസ് പിടികൂടി. എക്സൈസ് സംഘം ഈ 3 പേരെ പിടികൂടി 2 പേരെ കോടതിയിലെത്തിച്ചു. ഇനി ഒരാളെ കോടതിയിൽ എത്തിച്ചിട്ടില്ല. അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് അറിയുന്നത് അയാൾ ഒരു VIP പയ്യനാണ്. ഇപ്പോൾ VIP പയ്യനെ കോടതിയിൽ ഹാജരാക്കിയാൽ മോശമാണ്, മയക്കുമരുന്ന് കേസല്ലേ എന്നതുകൊണ്ട് എക്സൈസ് ഇങ്ങനെ കേസ് ചവിട്ടിപ്പിടിക്കുകയാണ്. അതിലുപരി ഈ എക്സൈസുകാർ 2 കോടി രൂപ ആവശ്യപ്പെട്ടു. 2 കോടി രൂപ തന്നാൽ ഈ പയ്യനെ കേസിൽപ്പെടുത്താതെ രക്ഷപ്പെടുത്താമെന്ന് എക്സൈസുകാർ വാഗ്ദാനം ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിൽ എന്താണ് വാസ്തവമെന്ന് നമുക്ക് വ്യക്തമല്ല. ഞാനിവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികളുടെ മറവിൽ ലഹരിക്കടത്ത് സജീവമാണ്. കുട്ടികളുടെ മറവിൽ. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുട്ടികൾക്ക് ശിക്ഷ ലഭിക്കുന്നത് വളരെ കുറവായിരിക്കും. അവരെ ഏതെങ്കിലും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും, ഇങ്ങനെ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഈ കേസിൽ ഈ കുട്ടികളെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്കൊന്നും അയക്കില്ല. കാരണം കുട്ടികൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇതിനകത്ത് ലഹരി ഉണ്ടെന്ന്. ഈ MDMA എന്നാണെന്ന് പോലും ഇവർക്കറിയില്ല. ഇവരെ അതുകൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധുക്കൾക്ക് കൈമാറും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. കുട്ടികൾക്കെതിരെ യാതൊരു കേസും ഇതുവരെ ചുമത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ പ്രതികൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് കുട്ടികളെ ഒപ്പം കൂട്ടിയത്. ഇപ്പോൾ ഈ സ്കൂൾ സീസണാണ്, സ്കൂൾ ഉണ്ടല്ലോ, സ്കൂൾ അടച്ചിട്ടില്ല, ഓണം അവധി വന്നിട്ടില്ല, മധ്യവേനൽ കഴിയുകയും ചെയ്തു. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതിന് പകരം കുട്ടികളെയും കൊണ്ട് ടൂർ പോവുക, അത് തന്നെ ഒന്നാമത്തെ സംശയമാണ്. അപ്പോൾ ഒന്നാമത്തെ സംശയം പോലീസിന് തുടങ്ങിയത് അവിടെ തന്നെയാണ്. ഈ കുട്ടികളെ കൊണ്ട് എന്തിന് ടൂർ പോയി? കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതില്ല, ആ സമയത്ത് ആരും ടൂർ പോകില്ല, സാധാരണഗതിയിൽ ആരും ടൂർ പോകില്ല. പിന്നെ ശ്യാമും രശ്മിയും ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല. അങ്ങനെ അപരിചിതരായ പുരുഷന്മാർക്കൊപ്പം ഒരു സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂർ പോവുക എന്ന് പറഞ്ഞാൽ അവിടെയും അസ്വാഭാവികതയുണ്ട്. ആ അസ്വാഭാവികതകളാണ് ഈ പ്രതികളെ പൂട്ടുന്നതിന് പോലീസിനെ സഹായിച്ച ഒന്ന്. അപ്പോൾ ഈ കുട്ടികളെ എന്തിന് മറയാക്കണം? നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ, അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കൊട്ടേഷൻ സംഘങ്ങളൊക്കെ കുട്ടികളെ ഉപയോഗിച്ചാണ്, അതായത് 19 വയസ്സിനും 18 വയസ്സിനും ഒക്കെ താഴെയുള്ള ആളുകളെ ഉപയോഗിച്ചിട്ടാണ് ശത്രു ഗ്യാങ്ങുകളെ, എതിർ ഗ്യാങ്ങുകളെ ഒതുക്കാൻ പോയിരുന്നത്.
അവരാകുമ്പോൾ ആയുധമെടുത്ത് വീശും, തോന്നിയപാട് വീശും, വിവരമില്ലല്ലോ, തോന്നിയപാട് വീശി ആരുകളെ വെട്ടിക്കൊല്ലും. ഇങ്ങനെയൊക്കെ അവരും പിടിക്കപ്പെടുന്നത് പ്രായപൂർത്തിയാകാത്ത ആളുകളാകുമ്പോൾ പോലീസിനും തലവേദനയാണ്. കോടതി വളരെ ലളിതമായ ശിക്ഷ ചുമത്തിയവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വയ്ക്കും. 6-7 മാസം കഴിയുമ്പോൾ ഇവരവിടെ നിന്ന് പൊടിയും തട്ടി തിരിച്ച് ഇറങ്ങുകയും ചെയ്യും. അത് ഇവർക്ക് അറിയാം. മയക്കുമരുന്ന് ലോബിക്കും അറിയാം. മയക്കുമരുന്ന് ലോബികൾ എന്തിനാണ് സ്കൂൾ കുട്ടികളെ ഉപയോഗിക്കുന്നത്? സ്കൂൾ കുട്ടികളെ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത് എന്തിനാണ്? പിടിക്കപ്പെട്ടാൽ ഒരിക്കലും ഈ കുട്ടി തന്നത് ഇന്ന ചേട്ടനാണെന്ന് പറയുന്നത് വിരളമാണ്. തനിക്കിത് അവിടെ നിന്ന് കിട്ടി, ആ കടയിൽ നിന്ന് കിട്ടി, ഈ കടയിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞ് കുട്ടികൾ അങ്ങ് രക്ഷപ്പെടും മാത്രമല്ല ചെറിയ എന്തെങ്കിലും ശിക്ഷ ലഭിച്ചു പോകും. അപ്പോൾ ഒരിക്കലും ഈ കൊടുക്കുന്ന ചേട്ടൻ്റെ കുബേരന്മാർ, അതായത് തലപ്പത്തിരിക്കുന്ന ആളുകൾ അറിയില്ല. അങ്ങനെ കുട്ടികളെ മറയാക്കിയുള്ള ലഹരിക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം, അതൊക്കെ കേരളത്തിൽ സജീവമാണ്. ഇതിന് കൃത്യമായ നിരീക്ഷണം വേണം. ഈ ബോധവൽക്കരണം സ്കൂളുകളിലൊക്കെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്, എക്സൈസിൻ്റെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്, പോലീസിൻ്റെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പക്ഷേ അതിലുപരി വീടുകളിൽ തന്നെയുള്ള ബോധവൽക്കരണം. പിന്നെ വീട്ടുകാർ ഇത്തരം ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാണെങ്കിൽ അത് മാറ്റിവെക്കാനുള്ള ഉത്തരവാദിത്തം വീട്ടുകാർക്കുമുണ്ട്. പിന്നെ ഈ ലഹരി വിൽപ്പനയ്ക്ക് ഈ രശ്മിയെ പോലുള്ള ആളുകൾ കുട്ടികളെ കൂടെ കൊണ്ടുപോയത് ഗുരുതരമായ വീഴ്ചയാണ്, കുറ്റമാണ് എന്ന് വിധിക്കണം. എന്നിട്ട് അതിന് പ്രത്യേക ശിക്ഷ കൂടി കൊടുക്കണം. കുട്ടികളെ മറയാക്കിയതിന് പ്രത്യേക ശിക്ഷ കൂടി ഇവർക്ക് നൽകിയാൽ മാത്രമേ ഇത്തരം കള്ളക്കടത്തുകൾ അല്ലെങ്കിൽ ഇത്തരം ലഹരി കടത്തുകളും കൊട്ടേഷൻ പണികളും അവസാനിക്കുകയുള്ളൂ. ഏതായാലും കുട്ടികളെ മറയാക്കിയുള്ള ലഹരിക്കടത്ത് കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് കോവളത്ത് നിന്ന് ലഭിക്കുന്നത്.